ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന 173/2024 ക്വസ്റ്റ്യൻസ് ആണ്. താഴെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി കണ്ടെത്താനാണ് ചോദിച്ചത്. ഇവിടെ തെറ്റായ ജോഡി എന്ന് പറയുന്നത് ബി ആണ് തെറ്റായിട്ടുള്ള ജോഡി. അപ്പോൾ ശരിയായിട്ടുള്ള ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്നത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട്, ലോങ് മാർച്ച് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട്, പാരീസ് ഉടമ്പടി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, പാരീസ് ഉടമ്പടി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ലോങ് മാർച്ച് ചൈനീസ് വിപ്ലവം, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവം. പൊയ്കെ ശ്രീ കുമാര ഗുരുദേവൻ സ്ഥാപിച്ച പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ഇരവിപേരൂരാണ്. 1947 തൃശ്ശൂരിൽ വെച്ച് നടന്ന ഐക്യകേരള കൺവെൻഷൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് കെ കേളപ്പനാണ്. 1947 തൃശ്ശൂരിൽ വെച്ച് നടന്ന ഐക്യകേരള കൺവെൻഷൻ അധ്യക്ഷൻ കെ കേളപ്പൻ. ഭാഷാടിസ്ഥാന സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ അധ്യക്ഷൻ ഫസൽ അലിയാണ്. ദേശീയ സമരകാലത്തെ പത്രങ്ങൾ എന്ന് പറയുന്നത് ബംഗാളി എന്ന് പറയുന്നത് സുരേന്ദ്രനാഥ ബാനർജിയാണ്. വന്ദേ മാതരം എന്ന് പറയുന്നത് ലാലാ ലജ്പത് റായ്. അമൃത് ബസാർ പത്രിക എന്ന് പറയുന്നത് ശശികുമാർ ഘോഷാണ്. വോയിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ദാദാഭായ് നവറോജിയാണ്. ബംഗാളി എന്ന് പറയുന്നത് സുരേന്ദ്രനാഥ ബാനർജി, വന്ദേ മാതരം ലാലാ ലജ്പത് റായ്, അമൃത് ബസാർ പത്രിക എന്ന് പറയുന്നത് ശശികുമാർ ഘോഷ്, വോയിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ദാദാഭായ് നവറോജി. പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സർക്കാർ ഏർപ്പെടുത്തിയ കേരള പുരസ്കാരങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന് ചോദിച്ചാൽ കേരള രത്നമാണ്. പത്മ പുരസ്കാരങ്ങളെ മാതൃകയിൽ കേരള സർക്കാർ ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങളിൽ ഉൾപ്പെടുന്നവ കേരള ജ്യോതി, കേരള പ്രഭ, കേരളശ്രീയാണ്. പാമ്ലോ എന്ന പ്രാചീന ഉപജീവന കൃഷി നിലനിൽക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് മണിപ്പൂരാണ്. പാമ്ലോ മണിപ്പൂരാണ്. മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കൊറിയോലിസ് ബലം വർദ്ധിക്കുന്നു. കൊറിയോലിസ് ബലം നിമിത്തം ധ്രുവീയവാദങ്ങൾ ഇരു അർദ്ധഗോളങ്ങളിലും കിഴക്ക് ദിക്കിലേക്ക് നിന്നാണ് വീശുന്നത്. രണ്ട് പ്രസ്താവനകൾ ശരിയാണ്. മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കൊറിയോലിസ് ബലം വർദ്ധിക്കുന്നു. കൊറിയോലിസ് ബലം നിമിത്തം ധ്രുവീയവാദങ്ങൾ ഇരു അർദ്ധഗോളങ്ങളിലും കിഴക്ക് ദിക്കിൽ നിന്നാണ് വീശുന്നത്. ഭൂവിനിയോഗത്തിലുണ്ടായ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ ഭൂവിവര സാങ്കേതിക വിദ്യയിൽ താഴെ തന്നിരിക്കുന്ന ഏതാണ് അനുയോജ്യം എന്ന് വെച്ചാൽ ഓവർലേ വിശകലനമാണ്. ഭൂവിനിയോഗത്തിലുണ്ടായ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ വിവര സാങ്കേതിക വിദ്യയിൽ താഴെ തന്നിരിക്കുന്ന അനുയോജ്യം ഓവർലേ വിശകലനമാണ്. രശ്ന ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് രവി ചിനാബ് നദികൾക്കിടയിലാണ് രശ്ന ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. താപ്തി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരമാണ് സൂററ്റ്. താപ്തി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്നത് സൂററ്റ്. കൊങ്കൺ റെയിൽവേ പാതയിലെ ദൈർഘ്യമേറിയ തുരങ്കം എന്ന് വെച്ചാൽ കർബുഡയാണ്. കൊങ്കൺ റെയിൽവേ പാതയിലെ ദൈർഘ്യമേറിയ തുരങ്കം എന്ന് പറയുന്നത് കർബുഡെ. അവരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് PC മഹലനോബിസ് ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിലെ മാറ്റമാണ് ഉപഭോക്തൃ വില സൂചിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ ചില്ലറ വിലയാണ് ഉപഭോക്തൃ വില സൂചിപ്പിക്കുന്നത്. സെൻസസ് എന്നത് ഡാഷിന് ഉപയോഗപ്രദമായ വഴികാട്ടിയാണ്. ആൻസർ നിക്ഷേപമാണ്. ചെറുകിട വ്യവസായങ്ങളെ കുറിച്ച് പഠിക്കാൻ 1955 നിയോഗിച്ച കമ്മിറ്റിയാണ് കാർവേ കമ്മിറ്റി. WTO സ്ഥാപിതമായത് 1995. ഇന്ത്യ പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം കേരളം. 2023 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 111. താഴെ പറയുന്ന പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കമ്മിറ്റി എന്ന് പറയുന്നത് തുങ്കൻ കമ്മിറ്റി, കാക്ക കലേക്കർ കമ്മിറ്റി, തുങ്കൻ കമ്മിറ്റി, ബലവന്തറായ് മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി. 1, 3, 4 ശരിയായിട്ടുള്ളത്. തുങ്കന്, ബലവന്തറായ് മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി. ഭരണഘടനയിൽ സൈബർ നിയമങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അവശിഷ്ട അധികാരത്തിലാണ്. ഇന്ത്യയെ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആരാന്ന് വെച്ചാൽ പാർലമെൻറ്റിലെയും നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. പാർലമെൻറ്റിലെയും നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് ഇന്ത്യയെ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. താഴെ പറയുന്നവയെ നിയമസഭാ സ്പീക്കറായിട്ടുള്ള വ്യക്തികൾ എന്ന് പറയുന്നത് 1, 3 ശരിയാണ്. അതായത് വക്കം പുരുഷോത്തമനും P ശ്രീരാമകൃഷ്ണനും. അപ്പം നിയമസഭ സ്പീക്കറായിട്ടുള്ള വ്യക്തികളെന്ന് പറയുന്നത് വക്കം പുരുഷോത്തമൻ, P ശ്രീരാമകൃഷ്ണൻ. പൗരത്വ നിയമം ഉൾപ്പെടുത്തിയിട്ടുള്ള ഭരണഘടന ഏത് പാർട്ടിലാണെന്ന് വെച്ചാൽ പാർട്ട് 2-ലാണ്. താഴെ പറയുന്ന രാജ്യസഭയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത് എന്ന് വെച്ചാൽ 1 തെറ്റ്, 2, 3 ശരിയാണ്. 1 തെറ്റാണ്, 2, 3 ശരിയാണ്. കേരളത്തിൽ നിന്ന് 9 പേരെ തിരഞ്ഞെടുക്കുന്നു. കേരളത്തിൽ നിന്ന് കായിക മേഖലയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിതയാണ് PT ഉഷ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇവിടെ 26-ൽ 1 ശരിയും 2 തെറ്റുമാണ്. അതായത് കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട BJPയുടെ ആദ്യ സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി. അദ്ദേഹം ആദ്യമാണ് പാർലമെൻറ്റിൽ അംഗമാകുന്നത്. മുകളിൽ പറയുന്ന പ്രസ്താവനയിൽ ശരിയായിട്ടുള്ളത് എന്ന് വെച്ചാൽ 1 മാത്രമാണ്.